അർച്ചന വിനോദ് എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. അർച്ചന ഏത് സ്കൂളിലാണ് ഇന്ന് പ്രവേശനം നേടിയത്? വിനിഷ, നമ്മളുള്ളത് ഇന്ന് ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്ന എറണാകുളം കടുങ്ങല്ലൂർ ഹൈസ്കൂളിലാണ്. ഇവിടെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഇവിടുത്തെ അധ്യാപകരും ഒപ്പം സഹപ്രവർത്തകരും എല്ലാം തന്നെ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇവിടത്തേക്ക് വിദ്യാർത്ഥികൾ എത്താനുള്ളത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എല്ലാ സ്കൂളുകളും 1000-ലധികം സ്കൂളുകളാണ് ഇത്തരത്തിൽ കുരുന്നുകളെയും വിദ്യാർത്ഥികളെയും എല്ലാം തന്നെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടെയും ഒപ്പം സങ്കടത്തോടെയും എത്തുന്നവരെല്ലാം തന്നെ ഉണ്ടാകും. അവരെല്ലാം തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എല്ലാ സ്കൂളുകളും. 1000-ഓളം സ്കൂളുകളാണ് ഇങ്ങനെ പ്രവേശനോത്സവം എറണാകുളം ജില്ലയിൽ മാത്രം നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾ എത്തിയാൽ മാത്രം മതി. അത്രത്തോളം സജ്ജീകരണങ്ങളാണ് ഇവിടെ അധ്യാപകരും ഒപ്പം ഇവിടുത്തെ നാട്ടുകാരും എല്ലാം കൂടി ചേർന്ന് ഒരുക്കുന്നത്. വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള എല്ലാതര അലങ്കാര വസ്തുക്കളും ഇവിടെ ഉണ്ട്. ബലൂണുകളുണ്ട്, പൂക്കളുണ്ട്, കുരുത്തോലയുണ്ട്. അങ്ങനെ സ്കൂളിനെ ഏറ്റവും ഭംഗിയാക്കി ഈ അധ്യാപകർ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അധ്യാപകരെല്ലാം തന്നെ ഒരേ ഡ്രസ്സുകളൊക്കെ ഇട്ട് ആണ് രാവിലെ എത്തിയിരിക്കുന്നത്. അവസാനഘട്ട ഒരുക്കത്തിലാണ്, കുഞ്ഞുങ്ങളെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. മന്ത്രി പി രാജീവ് 9:30 കൂടിയാണ് ജില്ലാതല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ടീച്ചർമാരും ഒപ്പം കുട്ടികളും എല്ലാം ചേർന്ന് ഇവിടെ നടത്തുന്നുണ്ട്. എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം കൂടിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരുക്കങ്ങളാണ്. അതിൻ്റെ ഏറ്റവും അന്തിമഘട്ടത്തിലേക്ക് അവർ എത്തുകയാണ്. ഒരുമിച്ച് കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ സന്തോഷത്തോടെ എത്തുന്ന, അറിവിൻ്റെ ആദ്യ അക്ഷരം തുകരാൻ എത്തുന്ന കുഞ്ഞുങ്ങളെ വരവേൽക്കാനാണ് ഇത്രയും ഭംഗിയായി അവർ ഈ സ്കൂളിനെ ഒരുക്കുന്നത്. ടീച്ചറെ, എവിടം വരെയായി ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഓഡിറ്റോറിയമൊക്കെ റെഡി ആയിട്ടുണ്ട്, സ്റ്റേജൊക്കെ റെഡി ആയിട്ടുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ പണി തുടങ്ങിക്കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോഴേക്ക് എല്ലാവരും വരും. കുട്ടികൾ എത്തിയാൽ മതി. എന്തൊക്കെയാണ് കുട്ടികൾക്കായി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്? കുട്ടികൾക്കായിട്ട് LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് പഠനോപകരണങ്ങളുണ്ട്. 1ാം ക്ലാസ്സിലെ കുട്ടികളെ ക്രൗണൊക്കെ വെച്ചിട്ടാണ് സ്റ്റേജിലേക്ക് അവരെ ആനയിക്കുന്നത്. പിന്നെ അക്ഷരദീപം തെളിയിക്കലുണ്ട്. കുട്ടികളെ നിരത്തി നിർത്തിയിട്ട് അക്ഷരദീപം പ്രശസ്ത സാഹിത്യകാരൻ സേതു സാറ് അവർക്ക് തെളിയിച്ചു കൊടുക്കും. കുട്ടികളത് ചെയ്യും. പിന്നെ പ്രീ പ്രൈമറി കുട്ടികൾക്കും സ്റ്റഡി എയ്ഡാണ് ഒരു ഏജൻസി തന്ന സ്റ്റഡി മെറ്റീരിയൽസ് അവർക്ക് പേപ്പർ ബാഗിലാക്കിയിട്ട് അതും അവർക്ക് കൊടുക്കും. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് ഒരു ആദരം കൊടുക്കുന്നുണ്ട്. അവർക്ക് ക്യാഷ് അവാർഡാണ്, OSA നൽകുന്നതാണത്. പിന്നെ നമ്മുടെ മന്ത്രി രാജീവ്, ബഹുമാനപ്പെട്ട കളക്ടർ, MP തുടങ്ങി നിരവധി ആളുകൾ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എറണാകുളം DD സുബിൻ പോൾ സാറാണ് പ്രോഗ്രാമിൻ്റെ എല്ലാ ചാർജും ഏറ്റെടുത്തിരിക്കുന്നത്. പല രീതിയിൽ വരുന്ന കുട്ടികളായിരിക്കും, വളരെ ആഹ്ലാദത്തോടെ കരഞ്ഞൊക്കെ വരുന്ന ആൾ എല്ലാവരെയും നേരിടാൻ തയ്യാറാണ്. അതിന് നമുക്ക് നമ്മുടെ ഇവിടെ LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അധ്യാപകരുണ്ട്. അവർ ആ കുട്ടികളെ ഭംഗിയായിട്ട് കൈകാര്യം തന്നെ പറയണം. കാരണം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ കസേരയിൽ അമ്മയുടെ മടിയിലൊക്കെ ഇരുന്നു. അപ്പോൾ അവർ പ്രാവശ്യം പറഞ്ഞാൽ അവരിരുത്താം, ഭംഗിയായിട്ട് ഇരുത്താം, എല്ലാം നന്നായിട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ അധ്യാപകർ. കാരണം അവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി അവർ വന്നാൽ മതി. അത്രത്തോളം സന്ദേശത്തിനും ആവേശത്തിലും ഒക്കെയാണ് ഈ ടീച്ചർമാരും ഒപ്പം ഒരു നാട് തന്നെയുള്ളത്. എന്തായാലും 9:30 കൂടി മന്ത്രി പി രാജീവ് ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. എന്തായാലും കുട്ടികൾക്കായി കാത്തിരിക്കുകയാണ് അധ്യാപകർ. വിനിഷ, അർച്ചന, ഇതൊക്കെ കാണുമ്പോൾ ഒരിക്കൽ കൂടി 1ാം ക്ലാസ്സിൽ പോയി ഇരുന്നാലോ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും അന്ന് കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോയവരാണ് നമ്മളൊക്കെ. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നുകയാണ്. കാരണം ഇത്രയും മനോഹരമായ കാഴ്ചകളാണല്ലോ അന്ന് നമുക്ക് ഒരുക്കി വെച്ചിരുന്നത് എന്ന് തോന്നുമ്പോൾ ഒരു കൗതുകം വീണ്ടും ഉണ്ട്. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മഴ നനഞ്ഞ് കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടത്. ഇന്ന് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ്, വെയിലാണ്. കുടയൊക്കെ വാങ്ങി വെച്ച കുട്ടികളുണ്ടാവും. എന്തായാലും ഇപ്പോൾ കുട തുറക്കേണ്ട എന്നൊരു കാലാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നനഞ്ഞ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് വരേണ്ട അങ്ങനെ ഒരു നൊസ്റ്റാൾജിയൊക്കെ നമുക്കുണ്ടെങ്കിലും ഇന്ന് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴയുണ്ടാകും, കുട ചൂടി കുട്ടികൾക്ക് വരാം. ഇന്നെന്തായാലും അവർ സന്തോഷത്തോടെ ഏറെ ഈ അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുകയാണ്. എന്തായാലും അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും, പൂക്കളും ഒപ്പം ബലൂണുകളും എല്ലാം തന്നെ അവരെ ആകർഷിക്കുന്ന എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും സ്കൂളുകളിൽ പൂർത്തിയായിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല, എറണാകുളത്തിന് ജില്ലത്തിൻ്റെ ഏകദേശം എല്ലാ സ്കൂളുകളും ഇതേ രീതിയിലാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. അവരെ ആകർഷിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും എല്ലാ സ്കൂളുകളും പൂർത്തിയായിട്ടുണ്ട്. നിഷ, ശരി അർച്ചന, ആ സന്തോഷം നമുക്ക് കാണാനുണ്ട്. അർച്ചന പറയുമ്പോഴായാലും ആ ദൃശ്യങ്ങളിൽ നിന്നായാലും ഓരോ സ്കൂളുകളും എത്ര ഭംഗിയാണ്, എത്ര മനോഹരമായാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രവേശന ഉത്സവമാണ്, അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി മാറുകയാണ് ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്.